നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കുംഭമേളയിലെ വൈറൽ താരമായിട്ടുള്ള പെൺകുട്ടിയെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു സമയത്ത് ആ പെൺകുട്ടിയുടെ വീഡിയോസ് ആയിരുന്നു സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നിരുന്നത്. പിന്നീട് വളരെ വേഗത്തിലായിരുന്നു ആ പെൺകുട്ടിയുടെ വളർച്ച. ഒടുവിൽ നമ്മുടെ കേരളത്തിൽ വരെ എത്തി വലിയൊരു വിവാദം അതിന് പിന്നാലെ ഉണ്ടാവുകയും ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ കുട്ടിക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളുമായി എത്തി വിവാഹം കഴിപ്പിച്ച് തരണമെന്ന് ആവശ്യപ്പെടുന്നു. നമ്മുടെ കേരളത്തിലെ മുതിർന്ന നേതാക്കളെല്ലാം തന്നെ ചേർന്ന് വിവാഹം നടത്തി കൊടുക്കുന്നു. പിന്നീടാണ് അറിയുന്നത് ആ പെൺകുട്ടിക്ക് 18 വയസ്സ് പോലും പ്രായം തികഞ്ഞിട്ടില്ല എന്നുള്ളത്. ഏതായാലും സംഭവം വിവാദമായപ്പോൾ കല്യാണം നടത്തിക്കൊടുത്ത നമ്മുടെ CPM നേതാക്കളൊക്കെ പെടും എന്നുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ. കാരണം പോക്സോയാണ് ചുമത്തിയിരിക്കുന്നത്. ഇപ്പോൾ ആ വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ വലിയ ട്രോളുകൾ MV ഗോവിന്ദനെതിരെ തന്നെ ഉയരുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുകയാണ് K മുരളീധരൻ. വൈറൽ താരത്തിന്റെ വിവാഹത്തിൽ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടുണ്ടോ ഇല്ലയോ എന്ന കാര്യം പരിശോധിച്ച് നടപടിയെടുക്കേണ്ടത് സർക്കാരാണെന്ന് K മുരളീധരൻ. മധ്യപ്രദേശ് സർക്കാർ വിവാഹത്തിന് എതിരായിരുന്നുവെന്നും വിഷയത്തിൽ 4 വോട്ടിനായി MV ഗോവിന്ദൻ ആവേശം കാട്ടിയെന്നും മുരളീധരൻ. പ്രായപൂർത്തിയായിട്ടുണ്ടോ ഇല്ലയോ എന്ന കാര്യങ്ങൾ പരിശോധിച്ച് നടപടിയെടുക്കേണ്ടത് സർക്കാരാണ്. മധ്യപ്രദേശ് സർക്കാരാണ് കേസെടുത്തിരിക്കുന്നത്. ഈ വിവാഹത്തിന് മധ്യപ്രദേശ് സർക്കാർ എതിരായിരുന്നു. അതാണോ യാഥാർത്ഥ്യം? ഒറിജിനൽ രേഖ ഏതാണ് എന്നതിനെക്കുറിച്ച് വസ്തുനിഷ്ഠമായ അന്വേഷണം നടത്താതെ ചാടിക്കേറി അഭിപ്രായം പറയുന്നത് ശരിയല്ല. ഗോവിന്ദൻ മാഷ് തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് ആവേശം കാണിച്ചതായിരിക്കാം. ഒരു വിഷയത്തിൽ ഇടപെടുമ്പോൾ എല്ലാ വശങ്ങളും പരിശോധിക്കണം. 4 വോട്ടിന് വേണ്ടി ചാടിക്കേറി അഭിപ്രായം പറയരുത് എന്നാണ് K മുരളീധരൻ പറഞ്ഞിരിക്കുന്നത്. പ്രായപൂർത്തിയാകുന്നതിന് മുമ്പാണ് മധ്യപ്രദേശ് സ്വദേശിനിയായ പെൺകുട്ടിയുടെ വിവാഹമെന്ന രേഖകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഇതോടെ പെൺകുട്ടിയെ വിവാഹം കഴിച്ച ഫർമാൻ ഖാന്റെ പേരിൽ മധ്യപ്രദേശ് പോലീസ് പോക്സോ കേസ് എടുക്കുകയും ചെയ്തു. ദേശീയ പട്ടികവർഗ കമ്മീഷൻ നടത്തിയ അന്വേഷണത്തിൽ പെൺകുട്ടിക്ക് 16 വയസ്സേ ഉള്ളൂവെന്ന് കണ്ടെത്തി. കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് പോലീസ് കേസെടുത്തത്. മധ്യപ്രദേശ്, കേരളം DGPമാരോട് കമ്മീഷൻ അന്വേഷണ റിപ്പോർട്ട് ആവശ്യപ്പെടും. ഏപ്രിൽ 22-ന് ഡൽഹിയിലെ ആസ്ഥാന ഓഫീസിൽ ഹാജരാകാനും നിർദ്ദേശിച്ചു. മധ്യപ്രദേശ് മഹേശ്വറിലെ സർക്കാർ മെഡിക്കൽ ആശുപത്രിയിലെ രേഖകൾ പ്രകാരം പെൺകുട്ടി 2009 ഡിസംബർ 30-ന് വൈകിട്ട് 5:50-ന് ജനിച്ചതായാണ് രേഖകളുള്ളത്. മാർച്ച് 11-ന് വിവാഹിതയായപ്പോൾ 16 വയസ്സായിരുന്നു പ്രായം. തിരുവനന്തപുരത്തുള്ള ക്ഷേത്രത്തിലാണ് ഫർമാനും ഈ പെൺകുട്ടിയും വിവാഹിതയായത്. അവരുടെ ആധാർ കാർഡുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രായം പരിഗണിച്ചാണ് വിവാഹം നടത്തിയതെന്ന് ക്ഷേത്രം അധികൃതർ വ്യക്തമാക്കി. തിരുവനന്തപുരത്ത് വെച്ച് വിവാഹം നടക്കുമ്പോൾ സകല മാധ്യമങ്ങളും ആ ദൃശ്യങ്ങൾ പകർത്താനായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആ പെൺകുട്ടി മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. മധ്യപ്രദേശ്, കേരളം DGPമാരോട് കമ്മീഷൻ അന്വേഷണ റിപ്പോർട്ട് ആവശ്യപ്പെടും. ഏപ്രിൽ 22-ന് ഡൽഹിയിലെ ആസ്ഥാന ഓഫീസിൽ ഹാജരാകാനും നിർദ്ദേശിച്ചു. പ്രായപൂർത്തിയാകാത്ത കുംഭമേള വൈറൽ താരത്തിന്റെ വിവാഹം ദേശീയ തലത്തിൽ തന്നെ വലിയ നിയമ പോരാട്ടങ്ങളിലേക്കും രാഷ്ട്രീയ വിവാദങ്ങളിലേക്കും നീങ്ങിയതോടെ വിവാഹത്തിന് കാർമ്മികത്വം വഹിച്ച കേരളത്തിലെ CPM നേതാക്കൾ വെട്ടിലായിരിക്കുകയാണ്. ബാലവിവാഹത്തിന് പിന്നാലെ പോക്സോ കേസും പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരമുള്ള കുറ്റങ്ങളും ചുമത്താൻ ഒരുങ്ങുന്നതോടെ വിവാഹം നടത്തിക്കൊടുക്കാൻ CPM മുന്നിട്ടിറങ്ങിയില്ലെന്ന് പറഞ്ഞൊഴിയുകയാണ് പാർട്ടി നേതൃത്വം. വിവാഹം നടക്കുന്ന വിവരം അറിഞ്ഞുകൊണ്ടാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും റഹീമും MP-യും ചടങ്ങിൽ പങ്കെടുത്തത്. വധൂവരന്മാർ സ്വമേധയാണ് ക്ഷേത്രം കമ്മിറ്റിയെ സമീപിച്ചത് എന്നൊക്കെയാണ് CPM നേതൃത്വം നൽകുന്ന വിശദീകരണം. കേസിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും വ്യാജ ജനന സർട്ടിഫിക്കറ്റ് ചമച്ചവർക്കെതിരെയും കർശന നടപടി വേണമെന്നും ST കമ്മീഷൻ നിയമ ഉപദേശകൻ പ്രകാശ് ഉയ്ക്കെ വ്യക്തമാക്കിയതോടെ സംഭവത്തിന് പുതിയ മാനങ്ങൾ കൈവന്നു. വിവാഹത്തിന് നേതൃത്വം നൽകിയ CPM നേതാക്കൾ വിഷയത്തിൽ മൗനം പാലിക്കുന്നതും സംശയങ്ങൾ വർദ്ധിപ്പിക്കുന്നുണ്ട്. വിഷയത്തിൽ നിയമപരമായ വശങ്ങൾ വിശദീകരിച്ച് മുൻ DGP TP സെൻകുമാറും രംഗത്തെത്തിയിട്ടുണ്ട്. 2012-ലെ പോക്സോ നിയമം മുതൽ പുതുതായി നിലവിൽ വന്ന ഭാരതീയ ന്യായ സംഹിത വരെയുള്ള നിയമങ്ങളിലെ വിവിധ വകുപ്പുകൾ പ്രകാരം പ്രതികൾക്കും ഇതിന് കൂട്ടുനിന്നവർക്കുമെതിരെ കേസെടുക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ഒരു കുട്ടിക്കെതിരെ ലൈംഗിക അതിക്രമം നടക്കാൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞിട്ടും അത് റിപ്പോർട്ട് ചെയ്യാതിരിക്കുന്നത് പോക്സോ നിയമത്തിലെ സെക്ഷൻ 19 പ്രകാരം കുറ്റകരമാണ്. കൂടാതെ ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 96 പ്രകാരം കുട്ടികളെ ലൈംഗിക ആവശ്യത്തിന് പ്രേരിപ്പിക്കുന്നവർക്ക് 10 വർഷം വരെ തടവ് ലഭിക്കാം.
കുട്ടിയെ കടത്തിക്കൊണ്ട് പോയതാണെങ്കിൽ സെക്ഷൻ 137 പ്രകാരം 7 വർഷം വരെ തടവും, മനുഷ്യക്കടത്ത് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ സെക്ഷൻ 143 പ്രകാരം ജീവപര്യന്തം വരെ തടവും ലഭിക്കാവുന്നതാണ്. കുറ്റകൃത്യത്തിന് സഹായികളായി നിൽക്കുന്നവർക്കും തുല്യ ശിക്ഷ ലഭിക്കുമെന്നതാണ് രാഷ്ട്രീയ നേതാക്കളെ ഭയപ്പെടുത്തുന്ന പ്രധാന ഘടകം. ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 54 പ്രകാരം കുറ്റകൃത്യത്തിന് ഒത്താശ ചെയ്യുന്നവരും തുല്യ കുറ്റവാളികളായി കണക്കാക്കപ്പെടും. ഇതിനു പുറമെ വിവാഹത്തിനായി വ്യാജരേഖകൾ ചമച്ചുവെന്ന ആരോപണം ശക്തമായ സാഹചര്യത്തിൽ സെക്ഷൻ 337 അതായത് വ്യാജരേഖ ചമയ്ക്കൽ, സെക്ഷൻ 234 വ്യാജ സർട്ടിഫിക്കറ്റ് നൽകൽ എന്നീ വകുപ്പുകളും ബാധകമാകും. 2006 ബാലവിവാഹ നിരോധന നിയമപ്രകാരം വിവാഹം നടത്തിയവർക്കും പ്രോത്സാഹിപ്പിച്ചവർക്കും തടയാതിരുന്ന രക്ഷിതാക്കൾക്കുമെതിരെ കടുത്ത നടപടികൾ സ്വീകരിക്കാൻ സാധിക്കും. ഇത്തരം വിവാഹങ്ങൾ നിയമപരമായി തന്നെ അസാധുവാണെന്ന് നിയമം വ്യക്തമാക്കുന്നു. പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട കുട്ടിക്കെതിരെ നടന്ന അതിക്രമം എന്ന നിലയിൽ SC/ST നിയമപ്രകാരമുള്ള വകുപ്പുകൾ കൂടി ചേർത്താൽ പ്രതികൾക്ക് ജീവപര്യന്തം വരെ തടവ് ലഭിക്കാൻ സാധ്യതയുണ്ട്. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം കുട്ടികളെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്നവർക്ക് 5 ലക്ഷം രൂപയും പിഴയും 7 വർഷം കഠിന തടവ് ലഭിക്കും. ഹിന്ദു വിവാഹ നിയമത്തിലെ സെക്ഷൻ 18 പ്രകാരമുള്ള ശിക്ഷകളും ഈ കേസിൽ പ്രസക്തമാണ്. നിയമങ്ങൾ എത്ര കടുപ്പമായിരിക്കെ വൈറൽ താരത്തിന്റെ വിവാഹത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്കും അതിൽ പങ്കെടുത്ത രാഷ്ട്രീയ നേതാക്കൾക്കും വരും ദിവസങ്ങളിൽ നിയമത്തിന് മുന്നിൽ മറുപടി പറയേണ്ടി വരുമെന്ന് ഉറപ്പാണ്. പോക്സോ നിയമം 2012 കുട്ടികളുടെ സംരക്ഷണം, ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക, സെക്ഷൻ 19 റിപ്പോർട്ട് ചെയ്യാനുള്ള നിർബന്ധിത ചുമതല തുടങ്ങിയ വകുപ്പുകൾ കൂടി ചേർത്തായിരിക്കും കേസെടുക്കാനുള്ള സാധ്യത. മാത്രമല്ല കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമത്തിന് നൽകുന്ന ശിക്ഷയുമുണ്ട്. സെക്ഷൻ 7-8 പ്രകാരം കൃത്യമായി പറഞ്ഞാൽ വലിയൊരു കുരുക്കാണ് ഇപ്പോൾ വിവാഹം നടത്തിക്കൊടുത്ത കേരളത്തിലെ CPM നേതാക്കളെ സംബന്ധിച്ച് വരാൻ പോകുന്നത്. ഇനിയിപ്പോൾ ഡൽഹിയിൽ ഹാജരായതിനു ശേഷമായിരിക്കും അടുത്ത നടപടികളിലേക്ക് കടക്കുക.